സ്റ്റുഡൻസ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ മലയാളത്തിലുള്ള രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സാണിത്. വരാൻ സാധ്യതയുള്ള ഏതാനും ക്വസ്റ്റ്യൻസാണ് റിവിഷനായി ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഈ വീഡിയോ കാണുക. ഫയലിംഗ് ആദായ നികുതി വകുപ്പ് അംഗീകരിച്ച സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ ഓൺലൈനായി നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഫയലിംഗ്. ഒന്നുകൂടി നോക്കാം. ആദായ നികുതി വകുപ്പ് അംഗീകരിച്ച സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ ഓൺലൈനായി നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഫയലിംഗ്. പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ ഓൺലൈനായി നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫയലിംഗ് എന്നെങ്കിലും പഠിക്കുക. ഇനി ബെനഫിറ്റ് ഓഫ് ഫയലിംഗ് നോക്കാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. വേഗത്തിൽ നികുതി റിട്ടേൺ സമർപ്പിക്കാം. വേഗത്തിൽ റീഫണ്ട് ലഭിക്കുന്നു. സമയവും പണവും ലാഭിക്കാം. എന്തൊക്കെയാണ്? വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഏത് സമയത്ത് വേണമെങ്കിലും സമർപ്പിക്കാനായിട്ട് സാധിക്കും. പേപ്പർ റിട്ടേണേക്കാളും വേഗത്തിൽ നികുതി റിട്ടേൺ സമർപ്പിക്കാനായിട്ട് സാധിക്കും. വേഗത്തിൽ സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ റീഫണ്ടും ലഭിക്കുന്നു. അതുപോലെ സമയവും പണവും ലാഭിക്കാനായിട്ടും ഫയലിംഗ് സഹായിക്കുന്നു. ഒന്നുകൂടി നോക്കാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ സാധിക്കും. വേഗത്തിൽ സമർപ്പിക്കാൻ സാധിക്കും. വേഗത്തിൽ റീഫണ്ട് ലഭിക്കും. സമയവും പണവും ലാഭിക്കാം. ഫയലിംഗ് പോലുള്ള മറ്റൊരു കാര്യമാണ് ലൈസൻസിങ്. ഓൺലൈനായി ലൈസൻസ് എടുക്കുകയും പുതുക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ലൈസൻസിങ്. ഓൺലൈനായി ലൈസൻസ് എടുക്കുകയും പുതുക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ലൈസൻസിങ്. ഓൺട്രപ്രണറിൻ്റെയും ഇൻട്രാപ്രണറിൻ്റെയും ഡിഫറൻസ് ചോദിക്കാം. ആദ്യം നമുക്ക് ഓൺട്രപ്രണറിൻ്റെ സവിശേഷത പഠിക്കാം. എന്നിട്ട് ടേബിൾ ഫോർമാറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതേ രീതിയിൽ എഴുതുക. ഓൺട്രപ്രണർ സംരംഭകന് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഉടമയാണ്. അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം സംരംഭകന് ഉണ്ട്. സംരംഭകൻ മൂലധനം കണ്ടെത്തുന്നു. നമുക്കറിയാം, ഉടമയാണ് മൂലധനം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് സംരംഭകൻ മൂലധനം കണ്ടെത്തുന്നു. സ്ഥാപനത്തിലെ നഷ്ടങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. ഇൻട്രാപ്രണറുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്ഥാപനത്തിലെ റിസ്ക് പൂർണ്ണമായും ഏറ്റെടുക്കുന്നത് സംരംഭകൻ തന്നെയാണ്. കാരണം ഓണറാണ്. സംരംഭകൻ സ്ഥാപനത്തിന് അകത്തും പുറത്തും പ്രവർത്തിക്കുന്നു. സ്ഥാപനത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ ബിസിനസ്സിനകത്തും പുറത്തും പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് സംരംഭകൻ അകത്തും പുറത്തും പ്രവർത്തിക്കുന്നു. ഒന്നുകൂടി നോക്കാം. സംരംഭകന് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. സംരംഭകൻ മൂലധനം കണ്ടെത്തുന്നു. സ്ഥാപനത്തിലെ നഷ്ടങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. സംരംഭകൻ സ്ഥാപനത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്നു. ഓൺട്രപ്രണർ അഥവാ ആന്തരിക സംരംഭകൻ സംരംഭകന് കീഴിൽ പ്രവർത്തിക്കുന്നു. സംരംഭത്തിന് എന്നാണ് എഴുതിയിരിക്കുന്നത്, സംരംഭകൻ എന്നാണ്. ആന്തരിക സംരംഭകൻ സംരംഭകന് കീഴിൽ പ്രവർത്തിക്കുന്നു. മൂലധനം കണ്ടെത്തുന്നില്ല. ഉടമയല്ലാത്തത് കൊണ്ട് മൂലധനം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നഷ്ടങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നില്ല. ഇൻട്രാപ്രണർ നഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നില്ല, കാരണം ഉടമയല്ല. സ്ഥാപനത്തിൻ്റെ അകത്ത് മാത്രം പ്രവർത്തിക്കുന്നു, പുറത്ത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ്? ആന്തരിക സംരംഭകൻ സംരംഭകന് കീഴിൽ പ്രവർത്തിക്കുന്നു. മൂലധനം കണ്ടെത്തുന്നില്ല. നഷ്ടം പൂർണ്ണമായും ഏറ്റെടുക്കുന്നില്ല. സ്ഥാപനത്തിൻ്റെ അകത്ത് മാത്രം പ്രവർത്തിക്കുന്നു. ഒന്നുകൂടി രണ്ടും കമ്പയർ ചെയ്ത് ഇൻട്രാപ്രണറിൻ്റെ സവിശേഷത എന്താണ്? സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ആന്തരിക സംരംഭകനോ സംരംഭകൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഓൺട്രപ്രണർ ആണെങ്കിൽ മൂലധനം കണ്ടെത്തുന്നു. ഇൻട്രാപ്രണർ മൂലധനം കണ്ടെത്തുന്നില്ല. നഷ്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓൺട്രപ്രണർ പൂർണ്ണമായിട്ടും നഷ്ടം ഏറ്റെടുക്കുന്നു. ഇൻട്രാപ്രണർ പൂർണ്ണമായും നഷ്ടം ഏറ്റെടുക്കുന്നില്ല. ഓൺട്രപ്രണറിൻ്റെ കേസിൽ സ്ഥാപനത്തിനകത്ത് പുറത്തും പ്രവർത്തിക്കുന്നു. ഇൻട്രാപ്രണർ സ്ഥാപനത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് മോട്ടിവേഷൻ തിയറീസാണ് എബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണി സിദ്ധാന്തം, അതുപോലെ മെക്ലെനൻ്റെ ആർജിത ആവശ്യ സിദ്ധാന്തം. ഏതൊക്കെയാണ്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണി സിദ്ധാന്തവും മെക്ലെനൻ്റെ ആർജിത ആവശ്യ സിദ്ധാന്തവും. ഇനി പ്രോസസ് ഓഫ് മോട്ടിവേഷൻ പഠിക്കണം. നിറവേറ്റപ്പെടാത്ത ആവശ്യം, മാനസിക പിരിമുറുക്കം, ആന്തരിക ത്വര. നിറവേറ്റപ്പെടാത്ത ആവശ്യം, മാനസിക പിരിമുറുക്കം, ആന്തരിക ത്വര. അന്വേഷണ സ്വഭാവം, ആവശ്യങ്ങൾ നിറവേറ്റുന്നു, പിരിമുറുക്കം കുറയ്ക്കുന്നു. എന്താണ് നിറവേറ്റപ്പെടാത്ത ആവശ്യം? നമുക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതൊരു നിറവേറ്റപ്പെടാത്ത ആവശ്യമാണ്. ഫുഡ് കഴിക്കാതിരുന്നാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, അതാണ് മാനസിക പിരിമുറുക്കം.
അതിനുശേഷം ആന്തരിക ത്വര. എന്തെങ്കിലും ചെയ്ത് ഈ ടെൻഷൻ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതാണ് ആന്തരിക ത്വര. അതാണ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ. അങ്ങനെ നമ്മൾ അന്വേഷണ സ്വഭാവം എടുക്കുന്നു. എങ്ങനെ ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. പിരിമുറുക്കം കുറയുന്നു. എങ്ങനെയാണ് നിറവേറ്റപ്പെടാത്ത ആവശ്യം? മാനസിക പിരിമുറുക്കം, ആന്തരിക ത്വര, അന്വേഷണ സ്വഭാവം, ആവശ്യങ്ങൾ നിറവേറ്റുന്നു, പിരിമുറുക്കം കുറയ്ക്കുന്നു. ഓൺട്രപ്രണറിയൽ വാല്യൂസും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ആളുകളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന വിശ്വാസങ്ങളാണ് മൂല്യങ്ങൾ. എന്താണ് ആളുകളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന വിശ്വാസങ്ങളാണ് മൂല്യങ്ങൾ. മൂല്യങ്ങൾക്ക് പൊതു സ്വഭാവമാണുള്ളത്. എല്ലാവരിലും മൂല്യങ്ങൾ സെയിം തന്നെയായിരിക്കും. മൂല്യങ്ങൾ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നവയാണ് മൂല്യങ്ങൾ. മൂല്യങ്ങൾ സ്ഥിരമാണ്, മാറ്റം വരികയില്ല. ആളുകളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന വിശ്വാസങ്ങളാണ് മൂല്യങ്ങൾ. മൂല്യങ്ങൾക്ക് പൊതു സ്വഭാവമാണുള്ളത്. മൂല്യങ്ങൾ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. മൂല്യങ്ങൾ സ്ഥിരമാണ്. ഇനി നമുക്ക് ആറ്റിറ്റ്യൂഡ് നോക്കാം. മനോഭാവം. കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് എന്ത് തോന്നുന്നു എന്നതാണ് മനോഭാവം. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് എന്ത് തോന്നുന്നു, അതാണ് മനോഭാവം. മനോഭാവം പ്രത്യേകമായൊരു സ്വഭാവമാണ്. പ്രത്യേകം, ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. അതാണ് പ്രത്യേകം എന്ന് പറയുന്നത്. മനോഭാവം മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രതികരണങ്ങളാണ്. മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് മനോഭാവം. മനോഭാവങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. ഒരുപോലെ ആവണമെന്നില്ല. നമ്മുടെ മനോഭാവങ്ങളിൽ വ്യത്യാസം വരാം. കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് എന്ത് തോന്നുന്നു എന്നതാണ് മനോഭാവം. മനോഭാവം പ്രത്യേകമായൊരു സ്വഭാവമാണ്. മനോഭാവം മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്വഭാവങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. നമുക്ക് ടൈപ്പ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി നോക്കാം. വിപണി സാധ്യതാ പഠനം, സാങ്കേതിക സാധ്യതാ പഠനം, ധനകാര്യ സാധ്യതാ പഠനം, സംഘടനാ സാധ്യതാ പഠനം. എന്തൊക്കെയാണ്? വിപണി സാധ്യതാ പഠനം, സാങ്കേതിക സാധ്യതാ പഠനം, ധനകാര്യ സാധ്യതാ പഠനം, സംഘടനാ സാധ്യതാ പഠനം. ഒരിക്കൽ കൂടി: വിപണി സാധ്യതാ പഠനം, സാങ്കേതിക സാധ്യതാ പഠനം, ധനകാര്യ സാധ്യതാ പഠനം, സംഘടനാ സാധ്യതാ പഠനം. അടുത്തതായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൺട്രപ്രണർ. കൺസ്യൂമറിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എംപ്ലോയിയോടുണ്ട്, കമ്മ്യൂണിറ്റിയോടുണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ഉപഭോക്താവിനോടുള്ള ഉത്തരവാദിത്തമാണ് ടുവേഡ്സ് കൺസ്യൂമർ. കൺസ്യൂമറിനോട് എന്തൊക്കെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് നോക്കാം. ക്വാളിറ്റി പ്രോഡക്റ്റ് നൽകണം, ആഫ്റ്റർ സെയിൽ സർവീസ് നൽകണം, ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ് ഒഴിവാക്കണം. അതായത് ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നൽകണം, വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകണം, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഒഴിവാക്കണം. ഇനി തൊഴിലാളികളോടുള്ളതാണെങ്കിൽ ന്യായമായ ശമ്പളം നൽകണം, ജോലിയിൽ സുരക്ഷിതത്വം നൽകണം. ഇനി കമ്മ്യൂണിറ്റിയോടാണെങ്കിലോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, മലിനീകരണം തടയണം, പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഇതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൺട്രപ്രണറിൽ വരുന്നത്. ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നം നൽകുകയും വിൽപ്പനാനന്തര സേവനം നൽകുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. കൺസ്യൂമറിനോട് ഇത്രയും ഉത്തരവാദിത്തം ഉണ്ട്. ഇതല്ലാതെയും ഉണ്ട് കേട്ടോ. എംപ്ലോയിയോടുണ്ട് ന്യായമായ ശമ്പളം, ജോലി സുരക്ഷിതത്വം. കമ്മ്യൂണിറ്റിയോടാണെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മലിനീകരണം തടയുക, പരിസ്ഥിതി സംരക്ഷിക്കുക.